ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു 6 പാനൽ കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. ഇതൊരു നൈറ്റി ബീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് ഫ്ലെയർ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. എന്നാൽ നമുക്കിതിന് 41 ഇഞ്ച് ഫ്ലെയർ തന്നെ കിട്ടുന്നുണ്ട്. 3 മീറ്റർ വരുന്ന ആൽഫൈൻ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ വീതിക്ക് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടപ്പോൾ ഇതിൻ്റെ വീതി നമുക്ക് കിട്ടിയിരിക്കുന്നത് 17 ഇഞ്ചാണ്. അതായത് ടോട്ടൽ 34 ഇഞ്ച് വീതിയാണ് ഇതിന് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്നത് ഫുള്ളായിട്ട് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിവിടെ താഴെ നിന്നാണ് സ്ലീവിന് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. സ്ലീവിന് ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസ് അടക്കം 17 ഇഞ്ചാണ് കൊടുക്കുന്നത്. ശേഷം നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ വിഡ്ത്തിൽ വ്യത്യാസം വരും. അത് നമുക്ക് എക്സ്ട്രാ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ശേഷം ബാക്കി വരുന്ന തുണി നമ്മൾ ഇതുപോലെ 4 ആക്കി മടക്കി. ആദ്യം നമ്മൾ 2 ആക്കി മടക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി മടക്കി മടക്ക് വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത്. ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ളത് 50.5 ഇഞ്ചാണ്. അതിൽ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് പോകും. അപ്പോൾ 49.5. എന്നാൽ 49.5 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടില്ല. ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് ശേഷം ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് 1-1.5 കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 48 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. നമ്മളിവിടെ എടുക്കാറുള്ളത് 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3.5 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കൂടെ 1/2 ഇഞ്ച് സീമും കൂട്ടിയിട്ട് 4 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ശേഷം നമുക്ക് 4 ഇഞ്ചിൽ നിന്ന് ഒരു 17 ഇഞ്ച് വരെ ആ ലൈൻ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 17 ഇഞ്ച് വരുന്നത് 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 17 ഇഞ്ചിൽ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പോൾ 17 ഇഞ്ചിൽ നമ്മൾ ലൈൻ വരച്ചു കൊടുത്തു. ഇനി അടുത്ത മാർക്കിംഗ് വരുന്നത് താഴ്ഭാഗത്തായിട്ടാണ്. താഴ്ഭാഗത്ത് എത്രയാണോ വീതി വരുന്നത് അതിൻ്റെ പകുതിയിലൊരു മാർക്കിംഗ് കൊടുക്കുക. നമുക്കറിയാം 17 ഇഞ്ചാണ് വീതി വരുന്നത്. അതിൻ്റെ പകുതി 8.5 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേലെ നമ്മൾ 17 ഇഞ്ചിന് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും ടേപ്പ് ഇതുപോലെ ചെരിച്ച് നമ്മൾ താഴത്തെ പകുതിയിൽ മാർക്ക് ചെയ്തില്ലേ, അവിടേക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മേൽഭാഗത്ത് ഫോൾഡർ സൈഡാണല്ലോ, അവിടെ നമുക്കൊരു കട്ടിങ് കൊടുക്കാം. അതിനുശേഷം ആ ലൈനിലൂടെ താഴേക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഓപ്പോസിറ്റ് സൈഡിലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇതിനെ ഇങ്ങോട്ടേക്കാക്കിയിട്ട് കൊടുക്കണം. അതായത് കട്ട് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ അതിനെ ഓപ്പോസിറ്റ് സൈഡിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് താഴ്ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം അതായത് 8.5 ഇഞ്ച്, ഈ ഭാഗം നമുക്ക് മേലേക്കാക്കി ഇട്ട് കൊടുക്കണം. മേലെയാണ് വീതി കൂടിയ ഭാഗം വരുന്നത്, അത് താഴേക്കും വീതി കുറഞ്ഞ ഭാഗം മേലേക്കാക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വീതി കൂടിയ ഭാഗം താഴേക്കും അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം ഇങ്ങോട്ടേക്കും തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ പീസിൻ്റെ മേലേക്ക് രണ്ടാമത്തെ പീസ് ഇതുപോലെ 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റുകളൊക്കെ കൊടുക്കാം. ആദ്യം തന്നെ ഷോൾഡർ 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ആം ഹോളും നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 42ആണ്. അതിൻ്റെ 4 ഭാഗം എടുക്കുമ്പോൾ 10.5 കിട്ടും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീമും കൊടുക്കാം. ശേഷം നമുക്ക് മേലേന്ന് വേസ്റ്റ് ലെങ്ത്ത് കൊടുക്കാം. 14 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്തെ വണ്ണം വരുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം എടുക്കുമ്പോൾ 9.5, 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീമും കൊടുക്കാം.
അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ആ ഭാഗത്തു നിന്ന് ടേപ്പ് ഇതുപോലെ ചെരിച്ച് താഴ്ഭാഗം വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് താഴെ നിന്നൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മേലേക്ക്. എന്നിട്ട് അവിടെ നിന്നൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത പോയിൻറ്റുകളെല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് നമുക്ക് ചെസ്റ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ നീക്കി വെച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. അവിടെ നിന്നും 1/2 ഇഞ്ച് ഇതുപോലെ ഷോൾഡറിലേക്ക് നമുക്കൊരു സ്ലോപ്പ് കൊടുക്കാം. നെക്ക് നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസിലാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്യാത്തത്. താഴ്ഭാഗം വന്നിട്ടുള്ളത് മടക്ക് വശമാണ്. അതാദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ആം ഹോളിലൂടെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുത്തി കൊടുത്തിട്ടുള്ള പിന്നെല്ലാം നമുക്ക് മാറ്റാം. കട്ടിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പീസ് വരുന്നത് 4 എണ്ണമാണ്. അതുപോലെ തന്നെ സെൻട്രൽ പീസ് വരുന്നത് 2 എണ്ണം. ടോട്ടൽ 6 പീസുണ്ട്. അതിൽ 3 പാനൽ ഫ്രണ്ടിലേക്കും 3 പാനൽ ബാക്കിലേക്കും അങ്ങനെയാണ് വരിക. ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. 3 എണ്ണം ഫ്രണ്ടിലേക്ക്, 3 പീസ് ബാക്കിലേക്ക്. ഇനി വേണ്ടത് ഈ 3 പീസുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഈ 2 പീസുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഒന്നിൻ്റെ മേലേക്ക് മറ്റൊരു പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇതുപോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം മൂന്നാമത്തെ പീസും ഇതുപോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ 3 പീസും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേൽഭാഗത്ത് കൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. താഴേന്ന് മേൽഭാഗം വരെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി 2 നെക്കും നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. 9.5 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളവുമുള്ള ക്യാൻവാസ് നമ്മൾ ഫ്രണ്ടിലേക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് 9.5 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളവുമുള്ള ക്യാൻവാസ് കട്ട് ചെയ്തു. ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ 2 ആക്കി മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മെഷർമെൻറ്റുകൾ കൊടുക്കാം. ഫ്രണ്ട് നെക്ക് നമ്മൾ കൊടുക്കുന്നത് 3.25 ഇഞ്ച് വീതിയും 7 ഇഞ്ച് ലെങ്ത്തുമാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു ബോക്സ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വി നെക്കാണ് ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതുപോലെ വി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 1/2 ഇഞ്ചിൽ നെക്കിനെ ഒന്ന് വൈഡാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിൽ നമുക്ക് ഓരോ ഇഞ്ച് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു പിൻ കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത 1 ഇഞ്ചിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിൽ നമ്മളൊരു യു ഷേപ്പാണ് കൊടുക്കുന്നത്. ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കണം. ഷൈനിങ് ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത്. എന്നിട്ട് 3.25 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളവുമാണ് നെക്കിനെടുത്തിട്ടുള്ളത്. ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു സിമ്പിളായിട്ടുള്ളൊരു യു ഷേപ്പാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതിന് ചുറ്റിലും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 നെക്കിന് നമുക്കൊരു കട്ട് പീസ് എടുത്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം.
നമ്മൾ എടുത്തിരിക്കുന്നത് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള പീസ് നൈറ്റി ബിറ്റിൽ നിന്ന് കിട്ടില്ല. ഞാനിവിടെ പാൻറ്റിൻ്റെ പീസിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പെൻസിൽ പാൻറ്റ് ആയിട്ടാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. ഇനി ക്യാൻവാസിന് ചുറ്റിലും 1/2 ഇഞ്ച് തുണി വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ആ പീസിൽ വെച്ചിട്ട് വേണം നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട്. ഒരു മീഡിയം ചൂടിൽ വേണം അയൺ ചെയ്യാൻ. അയൺ ചെയ്തതിന് ശേഷം ആ 1/2 ഇഞ്ച് തുണി ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കി വെച്ചിട്ട് ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 മടക്കിയിട്ടിട്ട് സെൻറ്ററിൽ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാൻവാസും ഇതുപോലെ 2 മടക്കിയിട്ട് സെൻറ്ററിൽ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. ഇനി രണ്ടിൻ്റെയും സെൻറ്റർ ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഉൾഭാഗത്തായിട്ട് ക്യാൻവാസിൻ്റെ തൊട്ടരികിലൂടെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കിന് ചുറ്റിലും പിൻകുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോകില്ല. ഇപ്പോൾ ക്യാൻവാസിൻ്റെ തൊട്ടരികിലൂടെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഉള്ളിലായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ട് കൊടുക്കാം. ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നെക്കിന് ചുറ്റിലും ഇതുപോലെ കുഞ്ഞ കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കൊടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ക്യാൻവാസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ അരികിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാൻവാസിൻ്റെ ഒരു അരികിലൂടെയാണ് കൊടുത്തത്. ഇനി മറ്റേ അരികിലൂടെ ഒന്നും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്തെടുക്കാം. ഇനി ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ക്യാൻവാസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടിൻ്റെയും സെൻറ്ററിൽ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. അത് രണ്ടും ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിലൂടെ ക്യാൻവാസിൻ്റെ അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് രണ്ട് പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ബാക്ക് പീസിനെ നമുക്ക് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ മേൽഭാഗത്ത് ഒരേ ലെവലിലായിരിക്കണം ഇരിക്കേണ്ടത്. ബാക്ക് പീസിൻ്റെ ക്യാൻവാസിനെ ഉള്ളിലേക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, 2 ക്യാൻവാസും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇനി ബാക്കിലെ ക്യാൻവാസ് കൊണ്ട് ഫ്രണ്ടിലെ ക്യാൻവാസിനെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ശേഷം നമുക്കൊരു പിൻകുത്തി കൊടുക്കാം. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിൽ നിന്ന് സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 2 സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യാം. ആദ്യം തന്നെ ക്യാൻവാസിനെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ടാണ് വെച്ച് കൊടുക്കാൻ. ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കരുത്. രണ്ടും അടുപ്പിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ ബാക്ക് ക്യാൻവാസ് കൊണ്ട് ഫ്രണ്ട് പീസിനെ പൊതിഞ്ഞെടുക്കാം. ആദ്യം തന്നെ നമുക്ക് പിൻകുത്തി കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് 2 ഷോൾഡറും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ 2 ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ക്യാൻവാസിനെ ഉള്ളിലേക്കാക്കി കൊടുക്കാം. ശേഷം നമുക്ക് ബാക്ക് നെക്കിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ക്യാൻവാസിൻ്റെ മറ്റേ അരികിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സൂചി നൂലും വെച്ച് കൈകൊണ്ട് തുന്നിക്കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 17 ഇഞ്ചാണ്. ഇനി അതുപോലെ തന്നെ വിഡ്ത്ത് കിട്ടിയിരിക്കുന്നതും 17 ഇഞ്ചാണ്. എന്നാൽ നമുക്ക് 2 സൈഡും കൂട്ടിയിട്ട് 20 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടത്.
അപ്പോൾ ബാക്കി വരുന്ന പീസ്, അതായത് 3 ഇഞ്ച് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ 11 ഇഞ്ച് വീതി കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. അതല്ലെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാലും മതി. താഴെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 3.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ശേഷം നമുക്ക് 3.5ലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് 5.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടിൻ്റെയും സെൻറ്റർ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ വന്നിട്ട് രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ആദ്യം നമുക്കൊരു 1/2 ഇഞ്ചിൽ മടക്കി കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ജോയിനിങ് ആണ്. 2 പീസിൻ്റെയും സൈഡുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ സ്ലീവിൻ്റെ ബാക്കി നിൽക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ ഒരുമിച്ച് വെച്ച് പിടിച്ചിട്ട് നമുക്ക് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗത്തല്ല, ഉൾഭാഗത്താണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. മറ്റേ സൈഡും ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഏറ്റക്കുറച്ചിലുണ്ടാകും. അത് കുഴപ്പമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ആദ്യം 1/4 ഇഞ്ചിലും പിന്നീട് 1/4 ഇഞ്ചിലും മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് താഴെ ഫ്ലെയർ കിട്ടുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. 41 ഇഞ്ച് നമുക്ക് ഫ്ലെയർ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.